ലോഗോസ് ക്വിസ് 2018 സി ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ചോദ്യം പ്രിൻസിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മേഘാവൃതനായ ദൂതന്റെ ശിരസിന് മുകളിലുള്ള മഴവില്ല് എന്താണ് സൂചിപ്പിക്കുന്നത്? ദൈവത്തിന്റെ സന്ദേശം കരുണാമയമാണ്. ദൈവത്തിന്റെ സന്ദേശം ദൈവത്തിന്റെ സന്ദേശം കരുണയുടെ സന്ദേശമാണ്. ദൈവത്തിന്റെ സന്ദേശം കരുണയാണ്. കരുണയുടെ ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ? കരുണയുടെ വാഗ്ദാനമാണ്. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ, യു ആർ റൈറ്റ്. സന്ദേശം ദൈവ കരുണയുടെ വാഗ്ദാനമാണ്, അല്ലെ? ദൈവ കരുണയുടെ വാഗ്ദാനമാണ്. ഇതൊരു സ്റ്റേറ്റ് ലെവലുള്ള ക്വിസ് ആകുമ്പോൾ അതിന്റെ പെർഫെക്ഷൻ നമുക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ നേരത്തെ സുജ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇനി അവസരം വേണ്ടേന്ന് ചോദിക്കുമ്പോൾ നമുക്കത് കൊടുക്കേണ്ടി വരും. 10 points പ്രിൻസി. പിൻഷയിലേക്കുള്ള ചോദ്യം, വായിൽ മധുരിക്കുകയും ഉദരത്തിൽ കയ്പായി മാറുകയും ചെയ്യുന്ന ചുരുൾ എന്തിന്റെ പ്രതീകമാണ്? വായിൽ മധുരിക്കുകയും ഉദരത്തിൽ കയ്പായി മാറുകയും ചെയ്യുന്ന ചുരുൾ എന്തിന്റെ പ്രതീകമാണ്? ദൈവം മനുഷ്യന് നൽകുന്ന ദൗത്യത്തിന്റെ പ്രതീകമാണ്. ദൈവം മനുഷ്യന് നൽകുന്ന ദൗത്യത്തിന്റെ പ്രതീകമാണ്. ഉറപ്പാണോ? അങ്ങനെയൊക്കെ ചോദിച്ച് ഞങ്ങളെ പേടിപ്പിക്കില്ല. എന്നെ പേടിപ്പിക്കണം ഡോക്ടർ, എന്നെ നോക്കിയിട്ട്. ഇല്ല, അത് റൈറ്റ് ആൻസർ ആണ്. 10 മാർക്ക് തന്നേക്കാം. റൈറ്റ് ആൻസർ, ദൈവം മനുഷ്യന് നൽകുന്ന ദൗത്യത്തിന്റെ പ്രതീകമാണത്. റൈറ്റ് ആൻസർ. ബിൻഷ സ്കോർസ് 10 points. നിമിയിലേക്കുള്ള ചോദ്യം, പരിശുദ്ധ മറിയത്തിന്റെ പാരമ്പര്യമുള്ള ഏത് നഗരമാണ് വെളിപാടിൽ പരാമർശിക്കപ്പെടുന്നത്? പരിശുദ്ധ മറിയത്തിന്റെ പാരമ്പര്യമുള്ള ഏത് നഗരമാണ് വെളിപാടിൽ പരാമർശിക്കുന്നത്? റോമ നഗരം. റോമിൽ അങ്ങനെ വെളിപാടിൽ അങ്ങനെ പരാമർശിക്കുന്നുണ്ടോ എന്നാണ് പരിശുദ്ധ മറിയത്തിന്റെ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ബാബിലോൺ, റോമ, ഇതൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം വേറൊരു ആംഗിളിലാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷിൻസ്, തിയത്തീറ. ആഗിൻ, എഫേസസ് ഈസ് ദ റൈറ്റ് ആൻസർ. എഫേസസ് ആണ് അതിന്റെ റൈറ്റ് ആൻസർ. മറിയത്തിന്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഈസ്റ്റേൺ പാരമ്പര്യത്തിലേക്ക് വരുന്നതാണ്. റോം വെസ്റ്റേൺ പാരമ്പര്യത്തിലാണ്. മറിയം വെസ്റ്റേൺ പാരമ്പര്യവുമായിട്ട് അധികം മുന്നോട്ട് പോകുന്നില്ല, നമുക്കൊക്കെ അറിയാം. വെളിപാട് ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് എഫേസസ് ആണ്. ഓക്കെ, ആഗിൻ സ്കോർസ് 5 points. ആഗിൻ. യെസ്, ഷിൻസിലേക്കാണ് അടുത്ത ചോദ്യം. ഷിൻസ്, ജീവിച്ചിരിക്കുന്ന റോമൻ ചക്രവർത്തിക്ക് ആദ്യമായി ക്ഷേത്രം പടുത്തുയർത്തിയത് എവിടെയായിരുന്നു? ജീവിച്ചിരിക്കുന്ന റോമൻ ചക്രവർത്തിക്ക് ആദ്യമായി ക്ഷേത്രം പടുത്തുയർത്തിയത് എവിടെയായിരുന്നു? കെസറിയ ഫിലിപ്പി. വേറെ വല്ല പേരുണ്ടോ അതിന്? ആഗിനിലേക്ക് വിടുന്നു. സ്മിർന. ഒരെണ്ണം ഉറപ്പിച്ച് പറയാവുന്നതാണ്. ഏതാന്ന് 2 പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? പെർഗാമോസ് എന്ന് പറയുന്നു, സ്മിർന എന്ന് പറയുന്നു. പെർഗാമോസ് ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത് പറഞ്ഞത് പിന്നെയും സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. അത് രണ്ടാമത് പറഞ്ഞു ശരിയാണ്. പെർഗാമോസ് ആണ്. ആഗിൻ അത് വീണ്ടും പാസ് ചെയ്ത് കിട്ടിയ അവസരമായിരുന്നു. അതുകൊണ്ട് 5 മാർക്ക് ആഗിൻ അതിൽ സ്കോർ ചെയ്യുന്നു വീണ്ടും. വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക്, ആഗിനിലേക്കാണ് ഈ ചോദ്യം വീണ്ടും വരുന്നത്. ചക്രവർത്തി ആരാധന ഉണ്ടായിരുന്ന നഗരത്തെ വിളിച്ചിരുന്ന നെയോകോറോസ് എന്നതിന്റെ അർത്ഥം എന്താണ്? ചക്രവർത്തി ആരാധന ഉണ്ടായിരുന്ന നഗരത്തെ വിളിച്ചിരുന്ന നെയോകോറസ് എന്നതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ വായിച്ചത് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ഇത് അത് മാത്രം ഇങ്ങോട്ട് വരുന്നില്ല അല്ലെ? നമ്മളൊന്ന് പാസ് ചെയ്ത് നോക്കിയാലോ എന്നാ? നഗരത്തിന്റെ പേരാണല്ലേ? നെയോകോറോസ് എന്നതിന്റെ അർത്ഥം, നഗരത്തെ വിളിച്ചിരുന്ന നെയോകോറോസ്.
അറിയത്തില്ല. ഓക്കെ, സിജോ? ക്ഷേത്ര സംരക്ഷക ക്ഷേത്ര സംരക്ഷക നഗരങ്ങൾ. ക്ഷേത്ര സംരക്ഷക. വേറെ വല്ല വാക്കോ അതിന് പറയാൻ പറ്റുമോ? ക്ഷേത്രത്തിന് വേറെ വല്ല വാക്കുണ്ടോ? കൊയ്റോസ് എന്ന് വെച്ചാൽ സംരക്ഷണം. ഓക്കെ. നെയോ മീൻസ് ഞാൻ ചോദിച്ചു ക്ഷേത്രത്തിന് വേറെ വാക്കുണ്ടെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അമ്പല സംരക്ഷകൻ. വെരി ഗുഡ്. അമ്പല സംരക്ഷകനോ ക്ഷേത്ര പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്നത് അമ്പല സംരക്ഷകൻ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വായിച്ചായിരുന്നു. അത് വിട്ടുപോയതാണ് അല്ലേ? മാത്രമേ അറിയത്തുള്ളൂ, അതിന്റെ അർത്ഥം വായിച്ചിട്ടില്ല. ഓക്കെ. വെരി ഗുഡ്. സിജോ, യു സ്കോർ അഗൈൻ 5 points. അടുത്ത ചോദ്യം സിജോയിലേക്കാണ്. റോമാ ദേവതയ്ക്കായി സ്മിർണ പട്ടണത്തിൽ ആദ്യമായി അമ്പലം പണിതത് ഏത് വർഷമായിരുന്നു? റോമ ദേവതയ്ക്കായി സ്മിർണ പട്ടണത്തിൽ ആദ്യമായി അമ്പലം പണിതത് ഏത് വർഷം? എക്സാക്ട് ഇയർ BC കാലഘട്ടം പറഞ്ഞാൽ മതിയോ? മീൻസ് ആ ഒരു ഹിസ്റ്ററി ആണല്ലോ. BC 195. BC 195 അതാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കൃത്യമാർക്കും അറിയാൻ പാടില്ല, പക്ഷെ പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. BC 195 റൈറ്റ് ആൻസർ. യു സ്കോർ 10 points. വെരി ഗുഡ്. യെസ്, സിസ്റ്റർ ബ്ലെസ്സി. അടുത്ത ചോദ്യം സിസ്റ്റർ ബ്ലെസ്സിക്കാണ്. ബ്ലെസ്സിയോടുള്ള ചോദ്യം, വെളിപാട് രചിക്കപ്പെട്ട കാലത്ത് സാർദിസിന്റെ പ്രധാനപ്പെട്ട ദേവൻ ആരായിരുന്നു? വെളിപാട് രചിക്കപ്പെട്ട കാലത്ത് സാർദിസിന്റെ പ്രധാന ദേവൻ ആരായിരുന്നു? അർത്തേമിസ്. ദേവനാണ് ചോദിച്ചത്. ദേവതയാണോ അത്? ദേവതയുണ്ടോ അവിടെ? രണ്ടുപേരും ഉണ്ടല്ലേ? വേറെ ഏതെങ്കിലും പേര് ഓർമ്മയിൽ വരുന്നുണ്ടോ? യെസ്, നമുക്കൊന്ന് പാസ് ചെയ്ത് നോക്കാം. ലിനിയ. ലിനീന. സേവൂസ് എന്നാണോ ആ പേര് വന്നിരിക്കുന്നത്? വേറെ എന്തെങ്കിലും പേര് അതിന് കൂടെ ഉണ്ടോ? ഉണ്ട്. സോനു പാസ് ചെയ്യുന്നു. ജോബിൻ? സിയൂസ്. ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. പ്രിൻസി? ബിൻഷ? കൂടെ എന്തോ കൂടി ഉണ്ട്. നിമി? ദേവൂസ്. ഏതാണ്ട് അതുപോലെയൊക്കെ നിൽക്കുന്നുണ്ട്. ഷിൻസെ? ആഗിൻ? ലിതിയോസ് ആണ്. റൈറ്റ് ആൻസർ ആണ്. ലിതിയോസ് ആണ് വരേണ്ടത്. അതാണ് വിട്ടുപോയത്. സിസ്റ്റർ അത് രണ്ടും പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് വേറൊരാളായിട്ട് മാറിപ്പോയി അല്ലെ? ദേവതയായിട്ടോ വേറൊരു ദേവനൊക്കെ ആയിട്ട് മാറിപ്പോയി. സിജോ പറഞ്ഞത് റൈറ്റ് ആൻസർ ആണ്. ലിനീനയ്ക്ക് 2.5 മാർക്കും സിജോന് 2.5 മാർക്കുമായിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നു. വെരി ഗുഡ്, താങ്ക് യു. യെസ്, അടുത്ത ചോദ്യം ലിനീനയോടാണ്. ചോദ്യം, 10 പ്രമാണങ്ങൾക്ക് സദൃശമായ നിയമ സംഹിതകൾ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഹമ്മുറാബിയുടെ സംഹിത. ഹമ്മുറാബിയുടെ നിയമസംഹിത. റൈറ്റ് ആൻസർ. സംശയമില്ലാതെ പറഞ്ഞിരിക്കുന്നു. 10 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം സോനുവിലേക്കാണ്. സോനു. യെസ്, വെളിപാടിൽ സൂചിപ്പിക്കുന്ന സാത്താന്റെ സിംഹാസനം റോമാ സാമ്രാജ്യത്തിലെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെളിപാടിൽ സൂചിപ്പിക്കുന്ന സാത്താന്റെ സിംഹാസനം റോമാ സാമ്രാജ്യത്തിലെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോബിൻ? രാജാവിന്റെ സിംഹാസനം. സാത്താന്റെ സിംഹാസനം രാജാവിന്റെ സിംഹാസനമാണെന്ന രീതിയിൽ. പ്രിൻസി? റോമിലെ റോമാധികാരികളുടെയും റോമാധികാരികളുടെ. ബിൻഷ? നിമി? അവിടെ ഉണ്ടായിരുന്ന അന്യദേവന്മാരുടെ ക്ഷേത്രത്തെയും അവിടെ നിർമ്മിച്ചിരുന്ന ബലിപീഠത്തെ. അത് ഏതെങ്കിലും ദേവന്റെ പേര് പറയാൻ പറ്റുമോ? റൈറ്റ് ആൻസർ. സേവൂസിന്റെ ബലിപീഠം. അന്യദേവന്മാരുടെ ബലിപീഠം, സേവൂസിന്റെ ബലിപീഠം. റൈറ്റ് ആൻസർ ആണ്. അതാണ് ആ
രാജാവിന്റെ സാത്താന്റെ സിംഹാസനം റോമാ സാമ്രാജ്യത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ സേവൂസിന്റെ ബലിപീഠമായിട്ടാണ് വെളിപാട് ഗ്രന്ഥകാരനെ കുറിച്ചുള്ള വിവരണത്തിൽ നമ്മൾ കാണുന്നത്. റൈറ്റ് ആൻസർ. അത് നിമ്മിക്ക് 5 പോയിന്റ് അതിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. യെസ്, അടുത്ത ചോദ്യം, ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം അത് ജോബിനിലേക്കാണ്. എന്തായാലും വളരെ അപ്രീസിയേഷൻ. 4 നമ്മുടെ യുവാക്കൾ ഇതിലുണ്ട്. ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ഇവിടെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയതിൽ എല്ലായിടത്തും ഓരോ ആൺതിരിയേ ഉണ്ടായുള്ളൂ. ഇവിടെ 4 പേരുണ്ടായിരുന്നു. അതിന് പ്രത്യേകമായിട്ട് അത് തന്നെയല്ല, അവർ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വെരി ഗുഡ്. പെൺകുട്ടികൾ ഉള്ളത് ഞങ്ങൾക്ക് സന്തോഷമാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇവർ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അവരതിനു വേണ്ടി സമയം കണ്ടെത്തുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേക അഭിനന്ദനം. ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ജോബിനിലേക്ക് വരികയാണ്. ജോബിൻ, യെസ്, ജോബിനിലേക്കുള്ള ചോദ്യം ഇതാണ്. വെളിപാടിൽ എത്ര വാക്കുകളുണ്ടോ അത്രയും രഹസ്യങ്ങളുണ്ട് എന്ന പ്രസ്താവന ആരുടേതാണ്? വിശുദ്ധ ജെറോം. വെരി ഗുഡ്, റൈറ്റ് ആൻസർ. വിശുദ്ധ ജെറോമിൻ്റെതാണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായി പോയി അല്ലേ സോനു? അത് ജോബിന് കിട്ടിയത്, അത് ജോബിൻ ചെറുതായ എൻ്റെ പേര് കൊടുത്തായിരുന്നു. കമ്പ്യൂട്ടർ അങ്ങനെ സെലക്ട് ചെയ്തു പോയി. റൈറ്റ് ആൻസർ വിശുദ്ധ ജെറോം ആണ്. റൈറ്റ് ആൻസർ ആണ്. 10 പോയിന്റ്സ് ജോബിൻ അതിൽ സ്കോർ ചെയ്യുന്നു. ഈ ആൽഫ റൗണ്ട്, ഈ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർത്തിയാകുന്നു. നമ്മുടെ ആദ്യത്തെ ആൽഫ റൗണ്ട് പൂർത്തിയാകുമ്പോൾ മത്സരാർത്ഥികൾ സ്കോർ ചെയ്തിരിക്കുന്ന മാർക്കുകൾ ഇങ്ങനെയാണ്. ജോബിൻ രാജൻ 20 മാർക്സ്, സോനു ജോസഫ് 11 മാർക്സ്, ലിനീന ബിബിൻ 22.5 മാർക്സ്, സിസ്റ്റർ ബ്ലെസ്സി മരിയ 7.5 മാർക്സ്, സിജോ വർഗീസ് 28.75 മാർക്സ്, ആഗിൻ മരിയ 20 മാർക്സ്, ഷിൻസ് പയനാട് 10 മാർക്സ്, നിമ്മി ജോൺ 15 മാർക്സ്, ബിൻഷ 17.5 മാർക്സ്, പ്രിൻസി ലിജോ 20 മാർക്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും ആദ്യത്തെ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പാസ് ചെയ്തപ്പോൾ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാനുള്ള റൗണ്ടുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരെ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. 50-50 റൗണ്ട്. ഈ റൗണ്ടിന്റെ പ്രത്യേകത ഇതാണ്. ചോദ്യങ്ങൾ പാസ് ചെയ്യപ്പെടുന്നതല്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 15 മാർക്കായിരിക്കും. അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചോദിക്കാം. 4 ഓപ്ഷൻസ് ലഭിക്കും. ഓപ്ഷൻസിന്റെ സഹായത്തോടെ നിങ്ങൾ ഉത്തരം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10 മാർക്കായിരിക്കും. ഓപ്ഷൻസിന്റെ സഹായം കിട്ടിയിട്ടും നിങ്ങൾക്ക് ആൻസർ പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50-50 ചൂസ് ചെയ്യാം. 50-50 ചൂസ് ചെയ്ത് അതിലൂടെയാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 5 മാർക്കായിരിക്കും. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെക്കൻഡ് റൗണ്ട്, 50-50 റൗണ്ട്. യെസ്, റീനു പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തില് റോമില് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സിനഡ് സമാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? വത്തിക്കാനിൽ വെച്ച് 15ാമത്തെ സിനഡ് സമ്മേളിച്ചത് യുവജനങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ട് ചിന്തിക്കാനാണ്. യുവജനങ്ങളുടെ ശബ്ദം, ഈ ബിൽ ഗേറ്റ്സ് ആണ് പറഞ്ഞത്, യൂത്ത് ആർ നോട്ട് യൂസ്ലെസ്, യൂത്ത് ആർ നോട്ട് യൂസ്ലെസ് ബട്ട് ദേ ആർ യൂസ്ഡ് ലെസ്. അവരെ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ സഭയും സമൂഹവും ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള ഒരു നിരീക്ഷണം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങളെ പ്രത്യേകമായിട്ട് പരിഗണിക്കുകയും പാപ്പ പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ശബ്ദം അത് യുവജനങ്ങളിലാണ്. അതുകൊണ്ട് ഈ യുവജനങ്ങൾ അത് കൂടുതൽ ശബ്ദം ഉള്ളവരായി മാറട്ടെ എന്നാണ് ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെടുന്നത്. ഞങ്ങളൊക്കെ കുറേയേറെ സംസാരിക്കുന്നു, പക്ഷെ സംസാരിക്കേണ്ടത് ആരാണ്? യുവജനങ്ങളാണ് എന്നാണ് പാപ്പയുടെ അഭിപ്രായം. അപ്പൊ നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ളവരായിട്ട് മാറട്ടെ എന്നുള്ള ആശംസയോടെ നമുക്ക് ഈ 50-50ലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം വീണ്ടും ജോബിനിൽ തന്നെ ആരംഭിക്കുകയാണ്. യെസ്, ജോബിൻ ബെഞ്ചമിൻ ആയതിന്റെ പേരിൽ ഒരു മുൻഗണന ജോബിന് എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ആദ്യത്തെ ചോദ്യം ജോബിൻ റെഡിയാണ്. വെരി ഗുഡ്. യെസ്, ആദ്യത്തെ ചോദ്യം, ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന്
എന്തെങ്കിലും എടുത്ത് കളയുകയോ അരുത്. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കളയുകയോ അരുത്. നമുക്ക് വേണ്ടത് ഇത് മിക്കവാറും ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണ്. ആ ഒരു ക്ലൂ ഞാൻ ആദ്യമേ തന്നിരിക്കുന്നു, യുവജനങ്ങളുടെ പ്രത്യേക താല്പര്യം കൊണ്ട് തന്നെ. ഇനി വേണ്ടത് അധ്യായവും വാക്യവുമാണ്. അധ്യായവും വാക്യവും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓപ്ഷൻസ് എടുക്കാം. ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. നിയമാവർത്തനം 4:2. നിയമാവർത്തനം 4:2 എന്ന് പറയുന്നു. ഓപ്ഷൻസ് ഒന്നും വേണ്ട. ഓപ്ഷൻ ഒന്നും എടുക്കാതെ ഉത്തരം ശരിയായ 15 മാർക്ക് കിട്ടും. ജോബിന് 15 മാർക്ക് താല്പര്യമുണ്ട്, ആണ് അല്ലേ? ലെറ്റ് us try. നമുക്ക് ഓപ്ഷൻസ് ലഭിക്കുകയായിരുന്നെങ്കിൽ ഏതെല്ലാം ഓപ്ഷൻസ് ആണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. നിയമാവർത്തനം 2:4, നിയമാവർത്തനം 4:2, നിയമാവർത്തനം 3:4, നിയമാവർത്തനം 3:3, 4 ഓപ്ഷൻസ് അവിടെയുണ്ട്. അതിൽ 2 എണ്ണം എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ യെസ്, യു ആർ റൈറ്റ്. ജോബിൻ റിസ്ക് എടുത്തു. 15 പോയിന്റ് ജോബിന് ആദ്യത്തെ ചാൻസിൽ തന്നെ ലഭിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. അടുത്ത ചോദ്യം സോനുവിലേക്കാണ്. സോനു, യെസ്. ചോദ്യം: എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്നു നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഓപ്ഷൻസ് ആവശ്യമാണെങ്കിൽ ഓപ്ഷൻസിലേക്ക് പോകാം. ഓപ്ഷൻസ് വെരി ഗുഡ്. നല്ല രീതിയിലൊരു ഓപ്ഷൻസിലേക്ക് വരുന്നു. നിയമാവർത്തനം 9:4, നിയമാവർത്തനം 7:4, നിയമാവർത്തനം 4:4, നിയമാവർത്തനം 3:4. ഓപ്ഷൻ സി, നിയമാവർത്തനം 4:4. ഓപ്ഷൻ സി എന്ന് പറയുന്നു നിയമാവർത്തനം 4:4. ഓക്കെ, ലെറ്റ് us ask the computer. 2 എണ്ണം എലിമിനേറ്റ് ചെയ്യുന്നു. യു ആർ റൈറ്റ്. ഓപ്ഷൻ സി. അത് ഒരു ബാങ്കറുടെ ബുദ്ധിയാണ്. കൃത്യമായ ഒരു ഓപ്ഷൻ കിട്ടിയതിന് ശേഷം പറഞ്ഞാൽ മതി. റിസ്ക് എടുക്കുന്നതിനേക്കാൾ അല്ലേ 5 പോയിന്റ് കുറവേ കിട്ടുന്നുള്ളെങ്കിലും 10 മാർക്ക് ഉറപ്പാക്കാൻ വേണ്ടി എടുത്ത നല്ലൊരു നിലപാടായിട്ട് ഞാൻ അതിനെ കാണുന്നു. വെരി ഗുഡ് സോനു, 10 പോയിന്റ്സ്. അടുത്തത് ലിനീനയിലേക്കാണ്. യെസ്, റെഡിയാണ്. ഓക്കെ, ചോദ്യം: ദൈവമായ കർത്താവേ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 3-ാം അധ്യായം 24-ാം വാക്യം. 3-ാം അധ്യായം 24-ാം വാക്യം. ഓപ്ഷൻസ് ഒന്നും വേണ്ട. ആണോ? എന്റെ ദൈവമേ, ഒരു ഓപ്ഷനും ആരും എടുക്കുന്നില്ലല്ലോ. നോക്കട്ടെ. നിയമാവർത്തനം 3:14, 3:24, 4:24, 2:14. 4 ഓപ്ഷൻസ് അങ്ങനെ വരുന്നു. 2 എണ്ണം എലിമിനേറ്റ് ചെയ്യുന്നു. യു ആർ റൈറ്റ്. ലിനീന, യു സ്കോർ 15 പോയിന്റ്സ്. റിസ്ക് എടുത്തു, 15 പോയിന്റ്സ്. അടുത്ത ചോദ്യം സിസ്റ്റർ ബ്ലെസ്സിയിലേക്കാണ്. വെരി ഗുഡ് സിസ്റ്റർ ബ്ലെസ്സി. ചോദ്യം ഇതാണ്: അന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശം നൽകിയിരിക്കുന്നു. അന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശം നൽകിയിരിക്കുന്നു. ഓപ്ഷൻസ് ആവശ്യമാണെങ്കിൽ 4 ഓപ്ഷൻ തരുന്നതായിരിക്കും. ഓപ്ഷൻസ് വെരി ഗുഡ്. ഓപ്ഷൻസിലേക്ക് പോകുന്നു. നിയമാവർത്തനം 4:18, 5:18, 3:18, 6:18. ഇനി സംശയം ഉണ്ടെങ്കിൽ അടുത്ത ഇതിലേക്ക് പണി പോകാം. സംശയം ഉണ്ടെങ്കിൽ 50-50 ഓപ്ഷനിലേക്ക് പോയാൽ 2 എണ്ണം എലിമിനേറ്റ് ചെയ്ത് തരാം. 2 എണ്ണത്തിൽ നിന്ന് പറയാം. അപ്പോൾ 5 മാർക്ക് കിട്ടും. 50-50 ഓപ്ഷനിലേക്ക് പോകുന്നു. വെരി ഗുഡ്, വൈസ് ഡിസിഷൻ. എയും ബിയും ഒഴിവാക്കപ്പെടുന്നു. റിമൈനിങ് 3:18, 6:18. ഇനി ഓപ്ഷൻ തന്നാൽ മാർക്ക് ഉണ്ടാവില്ല. നിയമാവർത്തനം 3:18. ഒരു ലോട്ടറി അടിക്കാനായിട്ട് ശ്രമിച്ചു നോക്കിക്കേണ്ടതാണ് അല്ലെ? കൃത്യൊരു ധാരണയില്ല. അങ്ങനെയാണോ? ആണല്ലേ?
എന്നാലും ദൈവം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. കമ്പ്യൂട്ടർ അതിനെ പറയുന്നു. 3:18 റൈറ്റ് ആൻസർ ആണ്. റൈറ്റ് ആൻസർ. യു സ്കോർ 5 പോയിന്റ്സ്. 3:18 റൈറ്റ് ആൻസർ. യെസ്, അടുത്തത് സിജോയിലേക്കാണ് അടുത്ത ചോദ്യം. ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഓപ്ഷൻസ് ആവശ്യമാണെങ്കിൽ 4 ഓപ്ഷൻസിലേക്ക് പോകാം. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യം. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യം. ഞാനൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻസ് ഒന്നുമില്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻ 7:18, 5:11, 8:11, 6:11. അതില് സിജോ പറഞ്ഞ ആൻസർ അതിലുണ്ട് അല്ലേ? 8:11 റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. ഓക്കെ, അഗെയിൻ യു സ്കോർ 15 പോയിന്റ്സ്. അടുത്തത് ആഗിനിലേക്കാണ്. ആഗിൻ, ജോഷുവയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അവന് ധൈര്യവും പകരുക, ധൈര്യവും ശക്തിയും പകരുക. ജോഷുവയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അവന് ധൈര്യവും ശക്തിയും പകരുക. ഓപ്ഷൻസ് ആവശ്യമാണെങ്കിൽ 4 ഓപ്ഷൻ. നിയമാവർത്തനം 3-ാം അധ്യായം 28-ാം വാക്യം. നിയമാവർത്തനം 3-ാം അധ്യായം 28-ാം വാക്യം. ഓപ്ഷൻസ് ഒന്നുമില്ലാതെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം അല്ലേ? യെസ്, 4 ഓപ്ഷൻസ് തരികയായിരുന്നെങ്കിൽ 3:28, 3:18, 1:18, 11:28. 50-50 ഓപ്ഷനിൽ 2 എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. യു ആർ റൈറ്റ്. 3:28 ആഗ്യൻ കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 15 പോയിന്റ് സ്കോർ ചെയ്യുന്നു. വെരി ഗുഡ്. ഫിൻസിലേക്കാണ് അടുത്ത ചോദ്യം. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അസഹിഷ്ണുവായ ദൈവമാണ്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അസഹിഷ്ണുവായ ദൈവമാണ്. ഓപ്ഷൻസ് ആവശ്യമാണെങ്കിൽ 4 ഓപ്ഷൻ തരുന്നതായിരിക്കും. നിയമാവർത്തനം 4:24. നിയമാവർത്തനം 4:24. ഓപ്ഷൻസ് ഒന്നും വേണ്ട, ട്രൈ ചെയ്യാം. ഓപ്ഷൻ എ 6:24, ഓപ്ഷൻ ബി 5:24, ഓപ്ഷൻ സി 7:24, ഡി 4:24. 2 എലിമിനേറ്റ് ചെയ്യുന്നു. സിയും ഡിയുമാണ് അവശേഷിക്കുന്നത്. യു ആർ റൈറ്റ്. യു ആർ റൈറ്റ്. അഗെയിൻ ഫിൻസ്, യു സ്കോർ 15 പോയിന്റ്സ്. വളരെ വാശിയേറിയ സി ഗ്രൂപ്പിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ടിൽ ദെൻ മിശിഹാ തുണയ്ക്കട്ടെ. ലോകത്തിലുള്ളതിലും ഏറ്റവും ശ്രേഷ്ഠമായ പുസ്തകം ബൈബിളാണ്. ലോകാവസാനത്തോളം അങ്ങനെ തന്നെ ആയിരിക്കും. ആരുടെ വാക്കുകളാണിത്? റോമിന്റെ മധ്യത്തിലായി നിലനിന്നുകൊണ്ട്. സാത്താന്റെ സിംഹാസനം എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അവിടുത്തെ ഉടമ്പടിയുടെ പേടകം വഹിക്കുക, അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുക, അവിടുത്തെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുക.